പക്ഷേ ഒരിക്കലും ഞാൻ വോയിസ് റേസ് ചെയ്ത് ഒരിക്കലും ഒരാളോട് സംസാരിച്ചിട്ടില്ല. മിത്തോട് വളരെ നോർമലായിട്ട് സംസാരിക്കും. പക്ഷെ നേരെ ഇവിടെ എത്തും. അതെല്ലാരും പറയും. ഓക്കെ 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 അത് കാര്യം ഇവിടെ ചിരിച്ചോണ്ട് എത്തും. കഴുത്തിറക്കുന്ന അതെ. പരിപാടി. ഓക്കെ മിത്തോട് ഫൈൻ. അങ്ങനെയാണ് ആക്ച്വലി. ഒരാളോട് ഒരു വോയിസ് റേസ് ചെയ്ത് ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല അതെന്റെ മിത്തോട്. അതുപോലെ ഫാമിലിയിൽ യോഗ എങ്ങാനും പ്രാക്ടീസ് ചെയ്യാൻ ചെറുപ്പത്തിൽ. യോഗ എങ്ങാനും പ്രാക്ടീസ് യോഗ ചെയ്തിട്ട്. എന്നല്ല, He got way. എനിക്കൊന്ന് എന്റെ Not much of ഫാമിലിയിലും patience. കുറേ ആൾക്കാർ പറയും മിത്തു മിത്തു തന്നെ എല്ലാരും ആ വിളിക്കുന്നത് വീട്ടിലൊക്കെ. അപ്പം പറയും മിത്തു അങ്ങനെയൊന്നും ആരോടും ഒരു പ്രശ്നം ഉണ്ടാക്കാം, പക്ഷേങ്കിൽ എന്തെങ്കിലും പറഞ്ഞു നേരെ ഹൃദയം അങ്ങ് തുളച്ചു കയറും, ഒറ്റ വാക്ക് മതി എന്നൊക്കെ. പക്ഷെ അത് ഞാൻ അങ്ങനെ ദേഷ്യത്തിലൊന്നല്ല പറയാ, പക്ഷെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ബൈ പോയിന്റ് ഫാക്ട് സംസാരിക്കും. പറയും. ആ എങ്ങനെ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ചീത്ത വിളിക്കുന്ന ഒരാളെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചിട്ട് വിടുക, അല്ലെങ്കിൽ ഇ- ക്ഷമാപ്പ് പറയിപ്പിക്കുക, ഇപ്പം അതിന്റെ സ്ട്രാറ്റജി എങ്ങനെയാ? ഇപ്പൊ റീസെന്റ് എന്നേ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ കൊണ്ട് സോറി പറഞ്ഞത് അവരെന്തായിരുന്നു അവരെന്തായാലും പറഞ്ഞത്? എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എനിക്ക് എന്താ ഒരു ആഹാ, ആ ആ നമ്മളെ കൊണ്ടും നോർമലി ആൾക്കാർ പറയുന്ന ഒരു ടാഗ് ലൈൻ ഉണ്ട്, ജാടത്തെണ്ടികൾ, ഉം. അല്ലെങ്കിൽ ഭയങ്കര ജാടയുള്ള ആൾക്കാർ, ആ ഭയങ്കര ഹെഡ് വെയിറ്റ് ഉള്ള എനിക്ക് ആൾക്കാരാണ്. നിങ്ങളെ ആറ്റിറ്റ്യൂഡിലുള്ള ഫോട്ടോ ഇടണോണ്ടായിരിക്കും. നമ്മൾ ആറ്റിറ്റ്യൂഡ് ഇടുന്ന ഫോട്ടോ ആണ് ഏറ്റവും കൊളായിട്ടുള്ള ഫോട്ടോ. കാരണം നമുക്ക് ആറ്റിറ്റ്യൂഡ് അറിയില്ല, ചിരിച്ചിരിക്കുന്ന ഫോട്ടോ എന്തായാലും കാണാൻ രസം. ആറ്റിറ്റ്യൂഡ് ഇട്ടാൽ നമ്മളെ ശരിക്കും കണ്ടത്തിൽ വെക്കുന്ന കോലം പോലെയാ രണ്ടാളെ കാണാൻ. അപ്പോൾ അല്ല അങ്ങനെയല്ല, എനിക്കൊന്ന് നമ്മുടെ ഒരു ഡ്രസ്സിങ് സ്റ്റൈല്, പിന്നെ നമ്മുടെ വീഡിയോന്റെ ആ ഒരു ഫോർമാറ്റ്, അതൊക്കെ ആയിരിക്കും ആൾക്കാർ മിസ് ജഡ്ജ്മെന്റൽ കൊണ്ട് പറയുന്നതാണ്. പക്ഷെ ഇപ്പൊ നേരിട്ട് കണ്ട ഒരാളും നമ്മളോട് സംസാരിച്ച ഒരാളും ജാടകാന്ന് പറഞ്ഞില്ല. അയ്യോ ഇത് സത്യം പറയാൻ നമ്മളെ ഭാഷ പറയാണ് തീട്ട കേസാണ് പറയുന്നത്. അപ്പം വായി തുറക്കരുത് എന്നോട് പറയാറ് എല്ലാവരും. അപ്പൊ അങ്ങനെ എന്തോ ഒരു കപ്പിള് നമ്മളെ കുറിച്ച് ഭയങ്കര മോശമായിട്ട്, ഭയങ്കര ജാടകളാണ്, ഭയങ്കര ഹെഡ് വെയിറ്റ് ആണ്, കണ്ടാലും മതി, കാട്ടിക്കൂട്ടൽ, അങ്ങനെ എന്തൊക്കെയോ ഭയങ്കരമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു, പക്ഷെ അവരെ പ്രൊഫൈലും ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവര് നല്ല കപ്പിളാണ്, അവര് നല്ല കപ്പിളാണ്, എന്തുകൊണ്ട് അവരോടൊന്ന് സംസാരിച്ച് നോക്കിക്കൂടാ? അങ്ങനെ ഞാൻ അവരോട് സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞത്, അങ്ങനെ അതിൻ്റെതായ കുറച്ച് എന്തൊക്കെയോ സംസാരിച്ചു. അവസാനം അവർ അയ്യോ ചേട്ടാ നിങ്ങൾ ഇങ്ങനെയായിരുന്നു, സോറി നമ്മൾ പറഞ്ഞതിലൊക്കെ തെറ്റി, അങ്ങനെ അവർ ഇട്ട കമൻറ്റ് മുഴുവനും ഡിലീറ്റ് ചെയ്തു. വലിയൊരു വോയിസ് മെസ്സേജ് നമുക്ക് പിന്നെ ബാക്ക് ടു ബാക്ക് അയക്കാൻ തുടങ്ങി. നിങ്ങളൊരു ജോർജ് കുട്ടി മോഡല്ലേ, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. ഞാൻ നിങ്ങളുടെ അത്ര എന്നെ കുറിച്ച് ഹൃദയവിശാലതയൊന്നും മോശം എനിക്കില്ല. പറഞ്ഞ ആളെ ഞാൻ നല്ലത് പറയിപ്പിക്കും. അതെനിക്കൊരു ഹരാണത്. അപ്പൊ എന്റെ വെറുപ്പ്, വിദ്വേഷം അങ്ങനത്തെ ഇതൊന്നുമില്ലേ? പ്രതികാരം വീട്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ട്? എനിക്ക് പ്രതികാരം വീട്ടുന്ന ഇഷ്ടേയല്ല. ഒരാളോടും പ്രതികാരം വെക്കുന്ന ഇഷ്ടമല്ല, വീട്ടുന്ന ഇഷ്ടമല്ല. അതായത് എന്തെങ്കിലും ഇപ്പൊ വിഷമം ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പൊ ഒരാൾക്ക് അവരുടെ കയ്യിൽ കുറെ പൈസ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഒരു ആവശ്യം ഉണ്ടായിട്ട്, പൈസ എന്നല്ല എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് അറിയാം, അപ്പൊ നമ്മളത് ചോദിക്കുന്നു, അയാളുടെ കയ്യിൽ ഉണ്ടായിട്ട് അയാൾ നമുക്ക് തരാതിരിക്കുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞ് വരുമ്പോൾ ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് ഫ്ലിപ്പ് ആവുമല്ലോ. അതായത് അയാൾക്ക് പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാവുന്ന അവസ്ഥ. ഇതേണ്ട ഒരുപാട് കാര്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുമുണ്ട്. ഞാൻ ഇത്തേട്ടൻ അവരെ സന്തോഷത്തോടെ ഹെൽപ്പ് കൊടുക്കുകയും ചെയ്യും. ചെയ്തിട്ടുമുണ്ട്. എന്നിട്ട് ഞാൻ സ്വീറ്റ് ആയിട്ട് ഒരു വേർഡ് അങ്ങ് കൊടുക്കും. എന്താ അത് അല്ല, സന്ദർഭത്തിനനുസരിച്ചിരിക്കും. പക്ഷെ ഭാര്യമാര് അങ്ങനെയല്ല. ഭാര്യമാര് മിത്തോട്ടൻ നിങ്ങൾ എന്തിനാ പൈസ കൊടുത്തത്? അപ്പൊ മിത്തോട്ടൻ എന്റെ അടുത്ത് കർമ്മ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അവരോടും പറയോ കർമ്മയാണെന്നൊക്കെ? ഞാൻ ഏതെങ്കിലും രീതിയിൽ കൊടുക്കും. ഇങ്ങനെ പറയും, ഇങ്ങനെ പറയും, ഇങ്ങനെ പറയില്ല, ഇങ്ങനെ പറയും. അല്ല, അവരോട് പറയും, ഡയറക്റ്റ് ആയിട്ട് പറയും. പക്ഷെ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പം, അതാണോ പറഞ്ഞത്, ഇതാണോ പറഞ്ഞത്, ഇതെന്നെ കൊണ്ടാണോ പറഞ്ഞത്, അങ്ങനെ. ആ ആളിപ്പോഴും പൈസ തിരിച്ചു തന്നിട്ട് പോലും ഇല്ല. എടി ഇനിയിപ്പോ അത് കട്ട് ചെയ്തേക്കാം, ആൾക്ക് മനസ്സിലാവും. അല്ല, മൾട്ടിപ്പിൾ ആളുള്ളതുകൊണ്ട് പ്രശ്നമില്ല. ഇനി അവരൊക്കെ കുഴപ്പമില്ല, ഈ ഇന്റർവ്യൂ റിലീസ് ആയാലും തിരിച്ചു തന്നോളൂ. ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഇപ്പോൾ ആളുകൾക്ക് എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിൽ എൻഡോസ് ചെയ്യാം. ഇപ്പോൾ കഴിക്കുന്ന പ്രോഡക്റ്റ് തൊട്ടിട്ട് ഉള്ളിൽ കഴിക്കുന്ന ടാബ്ലറ്റ്, ഫ്ലോർ ക്ലീനർ, പ്രോട്ടീൻ പൗഡർ, ഹോം ഡെക്കർ, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. എങ്ങനെയാണ് റെസ്പോൺസിബിലിറ്റി തീരുമാനിക്കുക? നമ്മൾ എന്ത് ചൂസ് ചെയ്യണം, എന്തെടുക്കണം, എന്ത് ചെയ്യണം? പക്ഷേ കുറേ ആപ്പ് ഉണ്ടല്ലോ. ഇപ്പോൾ ഗാമ്പിൾ ചെയ്യാനുള്ള ആപ്പുകളുണ്ട്, ജ്യോതിഷം പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പുകളുണ്ട്, ദൈവത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന ആപ്പുകളുണ്ട്, ജ്യോതിഷം ചോദിച്ചാൽ പിൻവാമ്പർ എനിക്കറിയാം. അങ്ങനെ ഒരുപാടുണ്ടല്ലോ. അപ്പൊ എന്ത് ചൂസ് ചെയ്യണം, എന്തെടുക്കുക, നമ്മൾ അതിനെങ്ങനെ തീരുമാനിക്കുക? നമ്മുടെ കാര്യം വരുമ്പം ഞാൻ ഈ ഗാംബ്ലിങ്ങിന്റെ പറഞ്ഞത് അത് വെച്ചിട്ട് ഞാൻ പറയാം. ഗെയിമിംഗ് ഗെയിമിംഗ് ആൻഡ് ഗാംബ്ലിങ്, ഇതിനെ കുറിച്ച് അറിയാത്തൊരു കാലം നമുക്കുണ്ടായിരുന്നു ഇത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്. അപ്പം ഇതെന്ന് വെച്ചാൽ എനിക്കൊന്നൊരു
4-5 Yes, ഇയേഴ്സ് yes, ബാക്ക്. yes. മുന്നേ. ഓക്കെ, സ്റ്റാർട്ടിങ് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട്. ആ. അതും റീല് വീഡിയോസ് ഒന്നല്ല. ഇത് Story. ഒരാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊരു വീട്ടിലിരുന്നിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിലിരുന്നുകൊണ്ട് പൈസ ഉണ്ടാക്കാം, ഹൗസ് വൈഫിന് ഇങ്ങനെയൊക്കെ, ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ട, നിങ്ങൾ ഇങ്ങനെ ഇത് പ്രൊമോട്ട് ചെയ്താൽ. ഒരു പെൺകുട്ടിയാണ് വിളിച്ചതും ഉം. മെസ്സേജ് ഒക്കെ അയക്കുന്നതൊക്കെ. അപ്പം ഞാൻ വെച്ച് ജെന്യൂൻ ആയിരിക്കും. എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു, ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ചെയ്തില്ല എന്നുള്ളത്. അപ്പം ഞാൻ ഓക്കെ ചെയ്യാം ആൾക്കാർക്ക്. കാരണം എൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് ഉം. ഫീമെയിൽസ് ഉണ്ട്, പുറത്ത് പോയി ജോലി ചെയ്യാത്ത അവർക്കൊക്കെ ആവും. അപ്പം ഞാൻ അത് വീഡിയോ സ്റ്റോറി പ്രൊമോഷൻ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അതിനെ കൊണ്ട് ഞാൻ തന്നെ ഒന്ന് ജസ്റ്റ് ഇട്ട് നോക്കി. എന്നെ ഇമ്മീഡിയറ്റ്ലി ബ്ലോക്ക് ചെയ്തു. വേറെ നമ്പറിന് ഞാൻ ഇട്ട് ആ. നോക്കി. അപ്പം എനിക്ക് മനസ്സിലായി ക്യാഷ് എടുക്കുക, ക്ലോസ്. ഓ, അതാണ്. ഓ. അന്ന് മുതൽ ഒറ്റ പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ നമ്മൾ ഈ ഗാംബ്ലിങ് അല്ലെങ്കിൽ ഗെയിമിങ്, ലോട്ടറിയാണ് ലോട്ടറി ലോട്ടറി, അങ്ങനത്തെ ഒരു സാധനവും നമ്മൾ ട്രേഡിംഗ് പ്രൊമോട്ട് ഉണ്ട്. ചെയ്യും. ട്രേഡിങ് ഉം, ഇതൊന്നും ഉം, പ്രൊമോട്ട് ഉം, ചെയ്യില്ല. ഉം. എനിക്കൊക്കെ ഒരുപാട് വലിയ എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ട് മറ്റേ റമ്മി ടൈപ്പ് ഒക്കെ ആ, ഇല്ലേ, ആ, ആ. വലിയ എമൗണ്ട് ഓഫർ ഞാൻ ചെയ്തിട്ടുള്ള. ഞാൻ നേരത്തെ ഒരു വ്ളോഗ് ടീമിനോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് അവർക്ക് ഒരു ദിവസം 1,00,000 രൂപ വെച്ച്. ആ ആ, അതായത് എത്ര ദിവസങ്ങളാണോ നിങ്ങൾ ഇടുന്ന അത്രയും ദിവസങ്ങൾക്ക്, അതായത് 30 ദിവസം, ഒരു പിന്നെ മാസം മൊത്തം ഞാൻ നിങ്ങൾ വീഡിയോ ഇട്ടാൽ മനസ്സിലാക്കിയ 30,00,000 രൂപ. അതെ അതെ. അപ്പൊ അങ്ങനത്തെ അതിന് വലിയ ഓഫറൊക്കെ നമുക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു, ഈ ഒരുപാട് ആ സമയത്ത് ഈ ഒരുപാട് കുട്ടികൾ ഈ റമ്മിയൊക്കെ കളിച്ചിട്ട് സൂയിസൈഡ് യെസ്, യെസ്. നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കും ഭയങ്കര, നമ്മൾ ആലോചിക്കുമല്ലോ, നമ്മുടെ വീട്ടിൽ അനിയന്മാരൊക്കെ ഉള്ളല്ലേ. അപ്പം ഞാൻ അതുകൊണ്ട് അത് ചെയ്യാതിരുന്നത്. അങ്ങനത്തെ കുറേ ഇഷ്ടം പോലെ ഈവൻ നമ്മുടെ സെലിബ്രിറ്റീസ് ഒക്കെ വലിയ മൂവി സ്റ്റാർസ് ഒക്കെ ചെയ്ത ബ്രാൻഡ് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട്, ഒന്നും രണ്ടും തവണ അല്ല, ഒരുപാട് തവണ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അത് ബൈ മിസ്റ്റേക്ക്, വലിയൊരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം എല്ലാം ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ അതിനുശേഷം സോഫ്റ്റ് ഡ്രിങ്ക്സ്, പ്രോട്ടീൻ പൗഡർ, ടാബ്ലറ്റ്സ്, അതിനെ പറ്റിയൊക്കെ എന്താ അവസ്ഥ? പക്ഷെ അതൊന്നും ഞാൻ കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതൊക്കെ ഓരോരോ ക്രിയേറ്റർമാരുടെ അവരുടെ ഒരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചോയ്സ് ആണ്. ആ. പേഴ്സണൽ ചോയ്സ്. ഇപ്പൊ ഞാനും പല ക്രിയേറ്റർമാരുടെയും വീഡിയോസ് കണ്ടിട്ട് ഞാനും പ്രൊഡക്ട്സ് വാങ്ങിക്കാറുണ്ട്. ആ. ഞാനും ഗ്ലൂട്ടാത്തയോണ്ട് ടാബ്ലറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. ചിലതിന് റിസൾട്ട് വന്നിട്ടുണ്ട്, ചിലതിന് വന്നിട്ടില്ല. അതിപ്പോ എല്ലാവരും അവരും ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട്, പല ആൾക്കാരുടെ ബോഡി പല ടൈപ്പിലാണ്. അപ്പം അതിലങ്ങ് നിങ്ങൾക്ക് ഓക്കെ, ഒരാളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആകുന്നുണ്ട്, ആ ചെയ്യുന്ന ആളുടെ മാത്രം കുറ്റമല്ല. നിങ്ങളത് വാങ്ങിക്കുന്നതിനേക്കാൾ നിങ്ങൾ വാങ്ങിച്ചേ തീരുമെന്ന് ആരും പറയുന്നില്ലല്ലോ. നിങ്ങൾ വാങ്ങിക്കുന്നതിനെക്കാട്ടും നിങ്ങൾക്ക് ഓക്കെ ആണോ ഇല്ലോ എന്ന് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വാങ്ങും, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനത്തെ സാധനങ്ങൾ, ഈ ചില കോസ്മെറ്റിക്സ് നമ്മൾ ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. ചെയ്യാറുണ്ട്. നിങ്ങൾ അത് സ്വയം ടെസ്റ്റ് ചെയ്ത് നോക്കുകയും ചെയ്യും. നമ്മൾ ഞാൻ യൂസ് അത് ചെയ്യും, യൂസ് ചെയ്യാറുണ്ട്. ഞാൻ എല്ലാം യൂസ് ചെയ്യും. yes. ഞാൻ പറഞ്ഞില്ലേ, എന്നിട്ട് അല്ലെങ്കിൽ പണി എന്റെ കിട്ടിയിട്ടുണ്ടോ? റൂമിൽ ഇല്ല. ആ. ഞാൻ പ്രൊമോട്ട് ചെയ്ത ഒരു പ്രോഡക്ട്സും എനിക്ക് ഇതുവരെ പണി തന്നിട്ടില്ല. സ്വയം ഉപയോഗിക്കുമ്പോഴും പണി കിട്ടിയിട്ടില്ല. ഇല്ല, സ്വയം ഉപയോഗിക്കുമ്പോഴും എനിക്ക് പണിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു ബ്രാൻഡ്, ഞാൻ പറയുന്നില്ല ഏതാ ബ്രാൻഡ് എന്ന്. എനിക്ക് കൊളാബിനാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഫേസ് വാഷ് എനിക്കൊന്ന് 2 വർഷം മുന്നേ അയച്ചു തരുന്നത്. അന്ന് ഞാൻ ട്രൈ ചെയ്തതാ. ഇപ്പോഴും ഞാൻ ആ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം എനിക്കത് വർക്കായി. ഞാൻ ഇപ്പോഴും ആൾക്കാരുടെ അടുത്ത് ആരെ കണ്ടാലും ഞാൻ പറയും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. കാരണം എൻ്റെ ഫേസിലൊക്കെ ഭയങ്കര പിമ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നതാ. ഞാൻ എത്ര പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നില്ല. പിന്നെ അഗെയിൻ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം നമ്മളുടെ സ്കിന്ന്. വെറുതെ പ്രോഡക്ട്സ് മാത്രം ഇട്ടുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഇൻടേക്ക് ശരിയാക്കണം, അതിന് കെയർ കൊടുക്കണം നന്നായിട്ട് നമ്മളുടെ സ്കിന്നിന്. അപ്പോഴൊക്കെ നമ്മുടെ സ്കിന്ന് നന്നായി ഇരിക്കുള്ളൂ. ഇപ്പൊ ഈ സൗന്ദര്യമുള്ള ഒരാളാവുമ്പോഴേ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് നമ്മളോട് വലിയ ഇഷ്ടം ഉണ്ടാവും, ഭയങ്കര കൗതുകം ഉണ്ടാവും, നമ്മളെന്താ ചെയ്യുന്നത്, നമ്മളോട് കൂട്ടുകൂടാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും, നമ്മളോട് ഭയങ്കരമായിട്ട് പ്രണയം ഉണ്ടാവും ആളുകൾക്ക്. ഈ പറഞ്ഞ നിങ്ങളുടെ പുറത്ത് മാത്രമേ കാണുന്നുള്ളൂ. ഇതിനെങ്ങനെ ഡീൽ ചെയ്യുന്നത്? സൗന്ദര്യം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് അതിന്റെ ഒരു മെഷർമെന്റ് എനിക്കറിയില്ല. ഈ സൗന്ദര്യമുള്ള ആള് എന്ന് പറയുമ്പം അതിനൊരു പുറം ഓരോരുത്തർക്ക് അത് ഓരോ കണ്ണിന് വ്യത്യാസമായിരിക്കും. ഇപ്പൊ എന്നെ കാണാൻ സൗന്ദര്യമുണ്ട്. അപ്പൊ എനിക്ക് എന്റെ കണ്ണിൽ നോക്കുമ്പോ ഇതിന് സൗന്ദര്യമുണ്ട്, വേറെ ആൾക്ക് ചിലപ്പോ സൗന്ദര്യമുള്ള പോലെ തോന്നണമെന്നില്ല. അതെ, അത് സബ്ജക്റ്റീവ് ആണ്, അത് സബ്ജക്റ്റീവ് ആണ്. അതെ, അപ്പം സൗന്ദര്യം എന്ന് വേണ്ട, പറയുന്നത് സൗന്ദര്യം എന്നുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഒരു ഇംപ്രഷൻ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കാം നിങ്ങളെ. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഇംപ്രഷൻ, അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ഈ നമ്മളെ മുന്നിൽ കാണുന്ന ഈ സ്കിന്നോ ഹെയറോ
അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ കളറോ ഉം. അതൊന്നുമല്ല. ഇന്റേണൽ ആണ്. ഇന്റേണൽ മാത്രമേ നമ്മൾ ഒരാളോട് പെരുമാറുന്ന രീതി ഏറ്റവും എല്ലാരും പറയും നമുക്കൊരു അട്രാക്ഷൻ തോന്നാം. ചിലപ്പോൾ ഒരു സാധനം സാധനം കണ്ടാലും നമ്മൾ പെട്ടെന്ന് നോക്കും. ഉം. അത് ചില ആൾക്കാർക്ക് ഉണ്ടാവും. അല്ലാതെ നമുക്കൊരാൾ ഇഷ്ടപ്പെടണമെങ്കിൽ ബേസിക്കലി